സാധിക്കാം എന്നുള്ള ചിന്തയാണ് നമുക്ക് കൂടുതൽ ആവശ്യം. മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചോളം പൈസ മുടക്കാതെ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മഹച്ഛായ മാറുമെന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുള്ളത്, ഒന്ന് ശുചീകരിച്ച നല്ല രീതിയിലുള്ള ടോയ്ലറ്റ്സ് കക്കൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവഹേളനം പോലെ ശുചിമുറികൾ. ഏതാണ്ട് 17 സ്ഥാനങ്ങളിൽ 84 പേർക്കോ അല്ലെങ്കിൽ 112 പേർക്കോ ഒരേ സമയത്ത് ഉപയോഗിക്കുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ വളരെ മോശമായിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതെന്തുകൊണ്ട് ചൊവ്വയെ മെയിൻറ്റെയിൻ ചെയ്യത്തക്കത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം. അത് ഫീസ് പിരിച്ച് നിവൃത്തി വരുത്താം എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ചെയർപേഴ്സൺ പോയി ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഏതായാലും പാലായിൽ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യം ഒന്നിനും രണ്ടിനും പോകാൻ പൈസ മുടക്കാൻ സാധിക്കും എന്ന് മാത്രം മതി ഈ 87 മുനിസിപ്പാലിറ്റിയിൽ ഒന്നാമതാകാൻ. ഒരു കാര്യം, ഇവിടെ അച്ചടിച്ചു വിട്ടിരിക്കുന്ന പല കടലാസുകളിലും 4000 ലൈറ്റുകൾ, 4000-ഓളം എന്നാണ്, എത്രയാണെന്ന് പറയാൻ സാധിക്കുന്നില്ല, 4000-ഓളം ലൈറ്റുകൾ കത്തിക്കുന്നുണ്ടെന്നാണ് റെക്കോർഡ് പ്രകാരം അച്ചടിച്ചു വിട്ടിരിക്കുന്നത്. തെറ്റാണ്. അത് ലൈറ്റും വിളക്ക് വയ്പും തൂക്കലും മാത്രമായിരുന്നു ഒരു കാലത്ത് ഈ ലോക്കൽ ഗവൺമെൻറ് പ്രധാനപ്പെട്ട ജോലി. ആ ജോലിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണം. അത് ചെയർപേഴ്സണോട് മുനിസിപ്പാലിറ്റിയോട് പറയുന്ന കാര്യമാണ്. പിന്നീടുള്ളത് സാംസ്കാരികമായിട്ട് വളർന്നു നിന്ന അവിടെ നിന്ന് താഴോട്ടാണ് നമ്മളുടെ ഗമനം. അത് ഒന്ന് പുനർജീവിപ്പിച്ചെടുക്കണം. സാംസ്കാരിക കാര്യങ്ങൾ, ഇപ്പോൾ നാടകത്തിൻ്റെ കാര്യം പറഞ്ഞു. മണനാട് MMJ എന്ന് പറയുന്ന മണനാട് കുഞ്ഞാട്ടൻ ആയിരുന്നു കേരളത്തിലൊട്ടാകെ. തിരുവിതാംകൂർ കാലത്ത് ഉണ്ടായിരുന്ന MMJ ആയിരുന്നു കായംകുളത്തെ കൊട്ടക്കനയമ്മ വെല്ലുപ്പുള്ളിയുടെയും ഒക്കെ വലിയ കലാസംഘടനകൾ അനുവാദം കൊടുക്കുകയും മുൻകൂർ പൈസ കൊടുത്ത് അതിന് അനുവാദം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ ഒരു കാലം. സാംസ്കാരികമായിട്ടുള്ള രംഗങ്ങൾക്ക് നമ്മൾ ഊന്നൽ കൊടുത്ത് അതിന് ഈ തിയേറ്റർ ഹെഡ് പോലെയുള്ള അല്ലെങ്കിൽ ഒരുപാട് 11 സാംസ്കാരിക സംഘടനകൾ പാലായിലുണ്ട്. പക്ഷേ എല്ലാം പ്രയാസത്തിൽ മുമ്പോട്ട് പോകുന്നു. അത് ഉയർത്തിയെടുക്കണം. അപ്പോൾ മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഭൗതിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം ആദ്യം കൊടുക്കാനുള്ളത് ചെയർപേഴ്സൺ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അതിൽ അധികം പൈസ മുടക്കാത്ത രീതിയിലുള്ളത് ആദ്യം ചെയ്ത് തീർക്കട്ടെ. ഈ കക്കൂസും സ്ട്രീറ്റ് ലൈറ്റും, ആ സ്ട്രീറ്റ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ വൃത്തിയായിട്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുള്ള ലൈറ്റ് കത്തുന്നതായിട്ട് നാം കാണുന്നില്ല. കാരണം എല്ലാം ഈ വളഞ്ഞ വാദ്യം നഗരം ശുചീകരിക്കണമെങ്കിൽ സുന്ദരമാക്കണം എന്നൊക്കെ പറയുന്നത് ആദ്യം ചെയ്യുന്നത് ഈ പോസ്റ്റെല്ലാം വൃത്തിയാക്കുകയാണ്. പോസ്റ്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കെട്ടുമുടങ്ങി നടക്കുന്നത്. അത് പോട്ടെ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മുനിസിപ്പാലിറ്റിയുടെ കാര്യം ഭംഗിയാവുന്നുള്ള രീതിയിലാണ് പറയുന്നത്. 25 റെസിഡൻസ് അസോസിയേഷൻ, 24 ഈ റെസിഡൻസ് അസോസിയേഷനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള തീരുമാനങ്ങളും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കൊടുക്കാനുള്ള സന്മനസ് മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടാകും. അപ്പോൾ ആ രീതിയിൽ ഈ ഓരോ 26 വാർഡുണ്ടെങ്കിലും 24 അംഗൻവാടികളുണ്ട്. ഈ അംഗൻവാടികൾ കൊച്ചു കുട്ടികൾ അവരുടെ സൗകര്യം പരമാവധി വർദ്ധിക്കത്തക്ക വിധത്തിലുള്ള അധികം പൈസ മുടക്കാത്ത വരുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് കഴിയും. അപ്പോൾ ഭൗതിക കാര്യങ്ങളുടെ ഉയർച്ചയ്ക്ക് മുനിസിപ്പാലിറ്റി മുൻകൈ എടുത്ത് ഇരിക്കട്ടെ. മറ്റുള്ള കാര്യങ്ങൾക്ക് ഓരോ സംഘടനകളെ സമീപിക്കുകയും അതിനൊരു കോർഡിനേഷൻ ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള കാര്യങ്ങളും പോകും. പഴയ തലമുറയിൽ എന്തൊക്കെ ആയിരുന്നു എന്നുള്ള രീതിക്ക് ചിന്തിക്കത്തക്ക വിധത്തിലുള്ള ഒരു എലൈറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് ഈ മീറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മൾ മറന്നു പോകുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ പഠിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സരീഖ് തോമസിനെ പോലെയുള്ള വലിയ ആൾക്കാർ ഇന്നും നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെ ആ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ പാലായ്ക്ക് ഒരു ഉയർച്ച ഉണ്ടായി എന്ന് തോന്നുന്നതിനെ കുറിച്ചുള്ള പ്രവൃത്തികൾ പൊതുവെ ഉണ്ടാകുക എന്നുള്ളതാണ് ഇന്ന്
കൂടി ഈ മീറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം മുനിസിപ്പാലിറ്റിയുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ. രാമൂരോ അല്ലെങ്കിൽ ബനീനയുടെ എലഞ്ഞിയോ ഇങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം കൂടെ കൂട്ടി, കിടങ്ങൂരോ എല്ലാം കൂടെ കൂട്ടി പാലാ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കണം. അതിന് ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളൊക്കെ അഴിച്ചെടുക്കാൻ ഒരു പ്രക്ഷോഭമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അതിന് പ്രത്യേകം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഈ ഒരു മീറ്റിങ്ങിന് കഴിയുമെങ്കിൽ അത് നല്ലതാണ്. ഈ ഒരു മീറ്റിങ്ങിൻ്റെ തരംഗം, ശക്തി ഒട്ടും പുറകോട്ട് പോകാതെ മുമ്പോട്ട് പോകട്ടെ എന്നുള്ള ആശംസ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാത്തിനും പ്രതിവിധിയുണ്ട്. കാശ് മുടക്കി കാശ് മുടക്കാതെ ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് തീർക്കുകയും കാശ് വരുത്താൻ ഈ പറയുന്ന പോലെ പറഞ്ഞു വലിയ പ്രയാസമൊന്നും ഇല്ലെന്നുള്ള ബോധ്യമാണ് എനിക്കുള്ളത്. പല മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് വിശേഷിച്ചു ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പരസ്യം വയ്ക്കുന്നതിന് പെർമിറ്റ് ഫീ ഇതുപോലെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. പണ്ട് തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അഡ്വർടൈസ്മെന്റ് ടാക്സ് വേണ്ട, മുനിസിപ്പാലിറ്റി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പെർമിഷൻ ഇപ്പോഴീ കാറ്റ് പിടിച്ച് എത്രയോ ബോർഡുകൾ താഴെ പോയിട്ടുണ്ട്. ആർക്കെങ്കിലും അപകടം വരാതിരിക്കുന്നത് ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. അതുപോലെ ഈ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന സംഗതിക്ക് അങ്ങോട്ട് റോഡുണ്ടാകാനാണ് ഏറ്റവും ആവശ്യം. അല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓരോരുത്തർ വരുന്ന ഈ പാലത്തെ കൂടെ കയറി വരുന്ന ആൾക്കാർക്ക് ഉള്ള സൗകര്യമല്ല. അതിന് ഉദ്ദേശിച്ചിരിക്കുന്നത് വലിയ ഭവനത്തിൻ്റെ അവിടെ നിന്ന് തുടർച്ചയായിട്ട് വരാനുള്ള റോഡ് ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യത്തോടും കൂടിയാണ് അതിന് അടിത്തറ കെട്ടി സർക്കാർ കാശ് മുടക്കി ഇട്ടിരിക്കുന്നത്. അതൊരു 14 അടി വീതിയിലുള്ള ആ റോഡ് തീർന്നു കഴിഞ്ഞാൽ പുഴക്കര പാലം മുതൽ വലിയ പാലം കടന്ന് ഈ ലണ്ടൻ ബ്രിഡ്ജിൽ എത്താൻ സാധിക്കും. ഇപ്പം തീർത്തിട്ടിരിക്കുന്ന വാക്കുവെങ്കിലും ഉപയോഗിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. കാട് പിടിച്ച് കിടക്കാൻ അനുവദിക്കാൻ പാടില്ല എന്നാണ് മുനിസിപ്പാലിറ്റിയുടെ ചട്ടം തന്നെ. അത് ഉടമസ്ഥയെ ആരുടെ ആയിക്കോട്ടെ വൃത്തിയാക്കിയിടാൻ ആരോടും ചോദിക്കേണ്ട. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ കാശ് മുടക്കാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഞാൻ പറയുന്നത് തിയേറ്റർ ഹെഡ് പോലെയുള്ള പല സംഘടനകൾ CYM-ലൊക്കെ അതിൻ്റെ ചരിത്രമൊക്കെ മാഞ്ഞു പോകാത്ത വിധത്തിലുള്ള പല നടപടികളും വന്നു കഴിഞ്ഞു. അത് വരാതെ ഉള്ള കാര്യങ്ങൾ നല്ല സംഘടനകളെ പുനർജീവിപ്പിച്ചെടുക്കുകയും ഉള്ള സംഘടനകളെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ പ്രേരണ കൊടുക്കുകയും ചെയ്യുക എന്നൊക്കെയാണ് ഈ കാര്യശേഷിയുള്ള ആൾക്കാർ മാത്രമുള്ള ഈ സംഘത്തിന് തീരുമാനിക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാത്തിനും പ്രതിവിധിയുണ്ട്. ഒരു പ്രയാസവും കൂടാതെ ചെയ്യാവുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യുക, മറ്റുള്ളത് തുടർന്ന് ചെയ്യുക. ഈ സമ്മേളനത്തിൻ്റെ ഉദ്ദേശം നന്മയിലേക്കും സ്നേഹത്തിനും ആയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പറഞ്ഞതിനോട് ചേർത്ത് ഒരു ചെറിയ വിഷയമൊക്കെ ഉള്ളൂ. അതായത് നമ്മൾ സ്വപ്നം കാണേണ്ടവരാണ്. സ്വപ്നമല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നമ്മളൊരു കാര്യം കാണുമ്പോൾ അതെങ്ങനെ സ്വാധീനിക്കുന്നതാണ്. എല്ലാവരും അത് മറന്നുപോയ കാര്യമാണ്. ഇവിടെ 1950 വയലിൻ പിതാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി റോമിലേക്ക് എന്നൊരു പ്രതിനിധി സംഘം കൂടെ പോയി. അതിൽ അന്ന് പോയ ഒരാൾ പാലാ മുനിസിപ്പാലിറ്റിയുടെ അന്നത്തെ ചെയർമാനായിരുന്ന ശ്രീ ജോർജ് തോമസ് കുട്ടിക്കാപ്പള്ളിയാണ്. അദ്ദേഹം പിന്നീട് MP ആയി. അദ്ദേഹം MP ആയിരിക്കുന്ന കാലത്താണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ തുടക്കം വരുന്നത്. അദ്ദേഹം വളരെ ഒരു ഭാവനയുള്ള ആളായിരുന്നു, പ്രായോഗികവാദിയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ പാലാ സെൻട്രൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പതനം ബാങ്കിന് വന്നപ്പോൾ അതിൻ്റെ പേരിൽ വിസ്മരിക്കപ്പെട്ടു പോയ ഒരു യഥാർത്ഥ നേതാവ്. അദ്ദേഹത്തെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മഞ്ഞളിച്ചി താലൂക്കിൽ ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ബ്രാഞ്ചും തിലകൻ്റെ പേരിലുള്ള ലൈബ്രറിയും തുടങ്ങിയാണ്. അപ്പോൾ അദ്ദേഹം ഈ വയലിൻ പിതാവിൻ്റെ അഭിഷേകത്തിന് പോയിട്ട് തിരികെ വന്നപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുള്ളത്, അദ്ദേഹം അന്ന് ചെയ്ത പ്രസംഗത്തെപ്പറ്റി ശ്രീ ചെറിയാൻ കാപ്പൻ സാറ് അദ്ദേഹം മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നപ്പോൾ ചെയ്തൊരു പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, കൊടുകാപ്പള്ളി തിരികെ വന്നു കഴിഞ്ഞ് ആദ്യം മുനിസിപ്പൽ കൗൺസിൽ പ്രസംഗിച്ച ഒരു കാര്യം വെനീസ് പോലെ, അദ്ദേഹം വെനീസ് കണ്ടു,
അവിടെ ഈ പിന്നെ നദിക്ക് ഇരുവശവുമായിട്ട് ആ പട്ടണം വളർന്നു വന്നത് കണ്ടപ്പോൾ അതേ ഇവിടെ വന്ന് ആദ്യം പറഞ്ഞത് പാലായ്ക്ക് അങ്ങനെ ഒരു പൊട്ടൻഷ്യലുണ്ട്. പാലായിൽ നമുക്ക് വേണമെന്ന് വെച്ചാൽ എത്ര വർഷം മുമ്പാണ് നമ്മൾ വിചാരിക്കുന്നത്, ഓൾമോസ്റ്റ് ഒരു 75-80 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ് പാലായ്ക്ക് പൊട്ടൻഷ്യലുണ്ട്. ഈ ലാലം തോടിന് അത് നമ്മുടെ സംഗമത്തിൻ്റെ ആ ഭാഗം മുതൽ കരുണാപുരം വരെ ഉള്ള ആറിൻ്റെ തീരമെടുത്ത് ആ തീരത്ത് രണ്ടും ബലമായ മതിലുകൾ കെട്ടി, കല്ലുകൊണ്ട് മതിൽ കെട്ടി അടിസ്ഥാനമായിട്ടിട്ട് ഈ രണ്ട് വശത്ത് കടകൾ, മാർക്കറ്റിംഗ് കടകൾ വന്ന് അതിനോടൊപ്പം വീതി, നഗരം വീതി ഉണ്ടാക്കി വെനീസ് പോലെ തന്നെ പാലായ ഒരു പട്ടണമാക്കാം എന്ന് നമ്മുടെ ഒരു മുനിസിപ്പൽ ചെയർമാനായിരുന്ന ആൾ തന്നെ നേരിട്ട് പോയി കണ്ടുവന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, പിന്നെ അദ്ദേഹത്തിന് പിന്നെ ഇന്റർമീഡിയറ്റ് വരെ പഠിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം അത് ഉപേക്ഷിച്ചിട്ടാണ് പിന്നെ ഇവിടെ മലനാട് പഞ്ചായത്തിനെ പറ്റി പറഞ്ഞു. ഇതൊന്നും വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന കാര്യമില്ല. അവരുടെയൊക്കെ ടാലൻ്റാണ്, അവർക്ക് എങ്ങനെ കാണാൻ പറ്റി എന്നുള്ളതാണ്. അതുവരെ ആരും കാണാതിരുന്ന കാര്യങ്ങളെ കാണാൻ കഴിയുന്നതാണ് ക്രാന്തദർശിത്വം എന്ന് നമ്മൾ പറയുന്നത്. അപ്പുറം കാണും, മറ്റുള്ളവർ കാണുന്നതിനപ്പുറം കാണാനുള്ളൊരു കഴിവ്. അതാണ് നമ്മുടെ കാലത്തിനൊപ്പം നടക്കുമ്പോഴും കാലത്തിനപ്പുറമുള്ളത് കാണുന്നു, കാലത്തിന് മുമ്പുള്ളത് കാണും. അപ്പോൾ അങ്ങനെയുള്ളൊരു കഴിവുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ആണ് ഈ പാലായുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓർമ്മിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ ഒരു പോസിബിലിറ്റി അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പം ഈ ലണ്ടൻ ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഭാഗം അതവിടെ വന്നോട്ടെ. പക്ഷേ ഈ ഒരു കാര്യത്തിൻ്റെ തുടക്കമെങ്കിലും നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വരുമ്പോൾ അതിൽ ആരാണോ നഗരകാര്യ മന്ത്രിയായിട്ട് വരുന്നത് അദ്ദേഹത്തുമായിട്ട് നമുക്ക് ആലോചിച്ച് അവർ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പ്രോജക്ട്സ് കാണും. ഇപ്പോൾ ബിജുവിന് തന്നെ കേന്ദ്രത്തിന് ചെറിയ സ്വാധീനങ്ങളൊക്കെ ചെലുത്താൻ പറ്റുന്ന കാലമാണ്. അപ്പോൾ അവിടെ നിന്നുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റിലും നമുക്ക് പാലായ്ക്കതിനും അവകാശമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയം നിൽക്കട്ടെ, നമുക്ക് ലെറ്റസ് ലീവ് പോളിറ്റിക്സ്. ഇതിനകത്ത് ഈ പാലായുടെ ഒരു വികസനം എന്ന് പറയുന്നിടത്ത് അത് നമുക്ക് രാഷ്ട്രീയത്തിനപ്പുറം, സാമുദായിക ചിന്തകൾക്കപ്പുറം, മറ്റ് എല്ലാ തരത്തിലുള്ള ഭേദചിന്തകൾക്കും അപ്പുറത്തൊരു വൺനെസ്സിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതാണ് ഞങ്ങൾ രണ്ടുപേരും അഡ്വൈസേഴ്സായിട്ട്. ഇനി പുതിയ കാലമാണ്. പുതിയ കാലത്ത് ഞങ്ങൾക്ക് ചരിത്രം പറയാനേ പറ്റൂ. പുതിയ കാലത്ത് വരേണ്ടത് ന്യൂ ജനറേഷൻ്റെ ലീഡർഷിപ്പാണ്. ഞങ്ങൾക്ക് കൂടെ നിൽക്കാം. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാം. പക്ഷേ ആക്ച്വൽ ലീഡർഷിപ്പ് ഷുഡ് ബി വിത്ത് ദ ന്യൂ ജനറേഷൻ. പാലായിലെ പുതിയ ജനറേഷനാണ് അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും തിയേറ്റർ ഗ്രൂപ്പ് അതിനൊരു ഇനിഷ്യേറ്റീവായിട്ട് എടുക്കുമ്പോൾ അതായിരിക്കും നമ്മളുടെ ഈ സംരംഭത്തിൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ട് പാലായ്ക്ക് കിട്ടാനുള്ളത് ഞാൻ വിചാരിക്കും. അതുകൊണ്ട് ഇത് ഈ 3-4 ദിവസം കൊണ്ട് അവസാനിക്കേണ്ടതല്ല, അവസാനിക്കുന്നതുമല്ല. ഇത് നമ്മൾ തുടക്കമാണ്. കഴിഞ്ഞ വർഷം തുടങ്ങി, ഇപ്പോൾ ഈ വർഷം നമ്മൾ രണ്ടാമത്. ഇനി ഇതിന് അടുത്ത വർഷം എന്ന് വയ്ക്കരുത്, വരാനുള്ള ദിവസങ്ങൾ അത് വെച്ചിട്ട് അതിനുള്ള ഇനിഷ്യേറ്റീവ് ഉണ്ടാകണം. ന്യൂ ജനറേഷൻ അതിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കണം. ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് മാത്രമേ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഉണ്ടാവും എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ബട്ട് വി ഹാവ് എ ഹോപ്പ് ആൻഡ് എ ട്രസ്റ്റ് ഇൻ ദ ന്യൂ ജനറേഷൻ. പുതിയ തലമുറയിൽ നമുക്ക് വിശ്വാസമുണ്ട്. പാലായിൽ അതുപോലെ ടാലൻറ്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സാണ് ഉള്ളത്. സ്പോർട്സിൻ്റെ ഒരു കാലത്ത് നമ്മുടെ സ്പോർട്സിൻ്റെ ഇറ്റ് വാസ് എ ഗോൾഡൻ ഇയറ. കേരളത്തിൽ നമുക്ക് പാലായിട്ടുണ്ടായിരുന്നൊരു സ്പോർട്സിൻ്റെ റെക്കോർഡെന്ന് പറയുന്നതിന് ഒപ്പം നിൽക്കാനില്ല. അവിടെയും നമ്മൾ മലനാടുകാരോട് കടപ്പെട്ടിട്ടുണ്ട്. നമ്മളതില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പോൾ ജിമ്മി ജോർജുമായിട്ട് ബന്ധപ്പെട്ടും ബാസ്കറ്റ് ബോൾ, വോളിബോൾ ടൂർണമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ
പാലയ്ക്കൊരു റെപ്യൂട്ടേഷൻ. അതിന്റെ പുറകെ തീർച്ചയായിട്ടും വളരെ പാപ്പനായിരുന്നല്ലോ. അപ്പൊ അദ്ദേഹം മദ്യ വ്യവസായം നടത്തിയിരിക്കുക. പക്ഷെ അദ്ദേഹം പാലായുടെ കൾച്ചറലായിട്ടുള്ള അല്ലെങ്കിൽ കായികമായിട്ടുള്ള വികാസത്തിൽ കീ റോൾ, അത് നമുക്ക് നിഷേധിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു എഫർട്ട്, കോമൺ എഫർട്ടാണ്. അതിന് നിങ്ങളാണ് ഈ ജനറേഷനിൽപ്പെട്ടവരാണ് മുൻകൈ എടുക്കേണ്ടത്. ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, ഞങ്ങളുടെ സഹകരണമുണ്ട്, എപ്പോഴും ഞങ്ങളുടെ ഉപദേശത്തിൽ സ്വീകരിക്കാതിരിക്കുകയും ദാറ്റ്സ് യുവർ ഓപ്ഷൻ. ഞങ്ങൾ തീർച്ചയായിട്ടും അതുകൊണ്ട് ഇത് ഞാൻ പ്രത്യേക അവയെ അനുമോദിക്കുക. എൻ്റെ വാസ്തവത്തിൽ വി ആർ താങ്കിങ് യു ഫോർ ദി ഇനിഷ്യേറ്റീവ് that you have taken. And you must take that initiative. Thank you very much. ഇനി അടുത്ത മ്യൂസിക്കൽ കൺസേർട്ട്